കൽപ്പാദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മൃത്തിനെ വേദം ആവൃതമാസി. അവിടെ ചോദിച്ചു എന്തുകൊണ്ട് എന്തിനാവരണം ചെയ്തു? അവിടെ ആകാശകുസുമം എന്ന് പറയുന്നത് പോലെ കേവല ശൂന്യത. അതിന് ഭാഷ്യകാരൻ പറയും സത് ഭിന്നമായ ശൂന്യത, സത്തിന് നേരെ വിരുദ്ധമായ ശൂന്യത. അതാണ് കേവല ശൂന്യത എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആശയം കിട്ടണമല്ലോ. ശൂന്യത എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ സത്തിനെ അറിയാം എന്താണ് സത്ത്, സത്തിന്റെ അനുഭവമുണ്ട്. അപ്പൊ ആ സത്തിന് നേരെ വിരുദ്ധമായത്. അതുകൊണ്ട് പറയും ശൂന്യത എന്ന് പറയുമ്പോൾ സദ്വിലക്ഷണമായ ശൂന്യത. അങ്ങനെയുള്ള ഒരു ശൂന്യതമാണ്. അങ്ങനെ ഒരു ശൂന്യത ആകാൻ വഴിയില്ല. കാരണം ഇവിടെ പറഞ്ഞു മൃത്തിനേവ ഇതം ആവൃതമാസി. ഒന്ന് ആവരണം ചെയ്തു, മറ്റൊന്നിനെ എന്ന് പറയുന്നു. രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ആവരണം ചെയ്യുന്ന ഒന്ന്, ആവരണം ചെയ്യപ്പെടുന്ന ഒന്ന്. അപ്പോൾ ആ സദ്വിലക്ഷണമായ ശൂന്യതയിൽ എന്താണ് ഉണ്ടായിരുന്നത്? അത് പറഞ്ഞു അത് പ്രപഞ്ച കാരണമാണ്. ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന എന്തോ അതാണ് ഉണ്ടായിരുന്നു. അവിടെയാണ് ചർച്ച തുടങ്ങുന്നത്. എന്താണ് ജഗത്തിന് കാരണം? അത് സദ്വിലക്ഷണമായ ശൂന്യമാണെന്ന് ശൂന്യവാദികൾ പറയും. സത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒന്ന്. അങ്ങനെ ഒന്ന് സാധ്യതയില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുന്നു. ശൂന്യതയും അറിയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ശൂന്യതയെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ ആ ശൂന്യതയെക്കുറിച്ചുള്ള ഒരു അറിവുണ്ട്. അറിവാണെങ്കിലും അറിവിനെ സംബന്ധിച്ചുള്ള അനുഭവം, ജീവന്റെ അനുഭവം അത് മാറുന്നതായിട്ടാണ്. ജാഗ്രത സ്വപ്ന രൂപത്തിൽ മാറുന്നു, ജാഗ്രത സ്വപ്നത്തിലും മാറുന്നു. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന അറിവ്, ക്ഷണിക വിജ്ഞാനം, അതിനെ നിഷേധിച്ചു. പിന്നീട് പ്രധാനമായി വരുന്നതാണ് സത്കാര്യവാദം. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുവരെയാണ് നമ്മൾ എത്തിയത്. സത്ത് സൃഷ്ടിക്ക് മുമ്പ് ഇത് സത്തായിരുന്നു. എന്തുകൊണ്ട് സൃഷ്ടിക്കുന്ന മുമ്പ് സത്തെന്ന് പറയുന്നത്? കാരണം ജാഗ്രതത്തിലും സത്തിന്റെ അനുഭവമുണ്ട്. സത്തെന്ന് പറഞ്ഞാൽ തന്നെ നിഷേധിക്കാൻ കഴിയാത്തതാണ്. ശൂന്യത എന്ന് പറയുമ്പോൾ സത്തിനെ നിഷേധിക്കുന്നതാണ്. സത് വിലക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശൂന്യത സാധ്യമല്ല എന്ന് പറയുമ്പോൾ പിന്നെ ശേഷിക്കുന്നത് നിഷേധിക്കാൻ കഴിയാത്ത സത്ത്. ആ സത്ത് ആണ് സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നത്. സത്തിൽ നിന്നാണ് സൃഷ്ടി. അപ്പോൾ സൃഷ്ടിയിൽ പിന്നീട് കൂടുതലായിട്ട് എന്താണ് ഉണ്ടായത്? സത്തല്ലാതെ. അതിന് പറയുന്നു സത്ത് തന്നെയാണ് സൃഷ്ടിയിലും. സത്തിൽ നിന്ന് അതിരിക്തമായി അധികമായി സൃഷ്ടിയിലൊന്നും സംഭവിച്ചിട്ടില്ല. ആ സൃഷ്ടിക്ക് ശേഷവും സൃഷ്ടിക്ക് മുമ്പും ഏകമായ സത്ത് തന്നെ. അതിന് ഉദാഹരണമായിട്ടാണ് മണ്ണിന്റെയും മൺപാത്രത്തിന്റെയും ചർച്ച. മണ്ണിൽ നിന്ന് മൺപാത്രം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് മണ്ണ് തന്നെ. സത്തിൽ നിന്ന് ജഗത്ത് രൂപപ്പെട്ടാൽ അത് സത്ത് തന്നെ. അപ്പോൾ ഇത്രയും അറിയുന്നുണ്ട് എന്താ പ്രയോജനം? ആധ്യാത്മികമായ എന്താ പ്രയോജനം? സത്താണ് ജാഗ്രതത്തിൽ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം പ്രപഞ്ചത്തിലെ എല്ലാ അനുഭവങ്ങളും സത്തിനോട് ചേർന്നാണ്, സദാത്മകമായിട്ടാണ്.
സർവവും സത്ത് എന്നുള്ള അനുഭവം സർവ്വസാധാരണമാണ്, സാമാന്യമായി തന്നെ മനസ്സിലാക്കാം. അങ്ങനെ ഒരു അറിവുണ്ടെന്താ പ്രയോജനം? സത്തിന്റെ സാക്ഷാത്കാരം അതുകൊണ്ട് വിശേഷിച്ചെന്താ നേടുന്നത്? ഇവിടെ ആധ്യാത്മികമായി പറയുമ്പോൾ ബന്ധം, മോക്ഷം, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സംസാരം അല്ലെങ്കിൽ ജന്മം, മരണം, ഇതെല്ലാം ബന്ധനമാണ്, ഇതിൽ നിന്നുള്ള മോചനമാണ്, അതിന് സാധനങ്ങൾ ആവശ്യമാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഇവിടെ സത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? സത്തിന്റെ ജ്ഞാനം അത് എങ്ങനെ, മോചനത്തിനെങ്ങനെ അത് ഉപകരിക്കും? അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സത്കാര്യവാദത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നത്. പിന്നെ ശ്രുതി, യുക്തി, അനുഭവം, ഈ മൂന്നിനെയും ആധാരപ്പെടുത്തിയിട്ടാണ് ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മൂന്നിനും തുല്യമായ സ്ഥാനമുണ്ട്, ശ്രുതിക്കും യുക്തിക്കും അനുഭവത്തിനും. ഇനി വരുന്ന ഭാഗത്തിൽ ഭാഷ്യകാരൻ പറയും ദൃഷ്ടേ അനുപന്നം നാമ. മീമാംസകരുടെ ഒരു ന്യായമാണ്. ഒരു കാര്യം അനുഭവത്തിലൂടെ പ്രമാണമെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തിനാ യുക്തി അന്വേഷിക്കുന്നു? യുക്തി അന്വേഷിക്കേണ്ട കാര്യമില്ല. അനുഭവത്തിലൂടെ അത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പറയും അനുഭവമാണ് മുഖ്യം എന്ന് പറയും. പക്ഷെ അതും എപ്പോഴും സ്വീകരിക്കാം. കാരണം ആകാശ നീലിമ അനുഭവമാണ്. അത് സർവ്വസാധാരണമായ അനുഭവമാണ്. പക്ഷെ യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ ആകാശത്തിന്റെ നിറം നീലം അല്ലാന്ന് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് അനുഭവസിദ്ധമായ ഒരു കാര്യവും ചിലപ്പോൾ യുക്തി കൊണ്ട് പരിശോധിക്കേണ്ടി വരും. മരുമരീചിക അനുഭവസിദ്ധമായ കാര്യമാണ്, പ്രത്യക്ഷമായി അനുഭവമാണ്. പക്ഷെ യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ അവിടെ ജലമില്ലെന്ന് ബോധ്യപ്പെടുന്നു, അനുഭവത്തിൽ ബോധ്യപ്പെടുന്നില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അനുഭവം കൊണ്ട് ഒരു കാര്യം സിദ്ധമായാലും അവിടെ യുക്തി ഉപയോഗിക്കേണ്ടി വരും. അതേ സ്ഥലത്താണ് എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? കാരണം അനുഭവം രണ്ടു തരത്തിലുണ്ട്, യഥാർത്ഥവും അയഥാർത്ഥവും. ഒരനുഭവം അത് യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ എന്ന് തിരിച്ചറിയുന്നതിന് ചിലപ്പോൾ യുക്തിയുടെ സഹായം വേണ്ടി വരും. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അനുഭവമായതുകൊണ്ട് അത് സത്യമായിക്കൊള്ളണമെന്നില്ല. അതിനല്ലേ രജ്ജുസർപ്പ ദൃഷ്ടാന്തവും മറ്റും പറയുന്നത്. ശുക്തികാരചിതം രജ്ജുസർപ്പമല്ല. അവിടെയെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സത്യമല്ല. അനുഭവമാണ്, അതുകൊണ്ട് സത്യം എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വിശേഷിച്ചും തത്വചിന്തയിൽ അനുഭവത്തിനും യുക്തിയെ പ്രയോഗിക്കേണ്ടി വരും. യുക്തി അതാണ് ഇവിടുത്തെ മനനം. ഇവിടെ യുക്തിയെ, അദ്വൈതത്തിന് യുക്തിയെ മനനമെന്ന് പറയും. അതുകൊണ്ട് മനനം ഒഴിവാക്കാൻ കഴിയില്ല. ഒരാൾക്കൊരിക്കലും ഇതിന്റെ അനുഭവമാണ്, ഞാനിത് സത്യമായി അനുഭവിക്കുന്നു, ഞാനിത് സത്യമായി അനുഭവിക്കുന്നുകൊണ്ട് എന്റെ അനുഭവത്തെ ഇനി അംഗീകരിക്കണമെന്ന് പറയാൻ കഴിയില്ല. കാരണം ആളുടെ അത് ഭ്രമമാണെങ്കിൽ, ഒരാളുടെ അനുഭവം ഭ്രമമാണെങ്കിൽ ഭ്രമത്തെ അനുഭവിക്കുമ്പോൾ സത്യമായിട്ട് അനുഭവിക്കും. സ്വപ്നത്തെ അനുഭവിക്കുന്നവന് സത്യമായിട്ട് അനുഭവിക്കും.
പക്ഷെ അത് ജാഗ്രത സത്യം പോലെ അല്ല എന്ന് പിന്നീട് ജാഗ്രതയിൽ മനസ്സിലാക്കും. അതുകൊണ്ട് അനുഭവത്തെ ഇവിടെ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ കഴിയില്ല. സ്വാനുഭവമാണ്, സത്യസാക്ഷാത്കാരമാണ് എന്നൊന്നും ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ തന്റെ മനനത്തിന് അതിനെ വിധേയമാകണം. ആരുടെ? ശ്രോതാവിന്റെ മനനത്തിൽ. അതുകൊണ്ട് തന്നെ വക്താവ് എന്ത് ചെയ്യുന്നു? തന്റെ അനുഭവത്തെ യുക്തിയിലൂടെ വിശദീകരിക്കുന്നു. അപ്പോൾ അത് ശ്രോതാക്കളുടെ യുക്തിക്ക് യോജിക്കുന്ന രീതി. അതുകൊണ്ട് കേവലം അനുഭവം എന്ന് പറയുന്നതിന് യുക്തിയെ വിട്ടിട്ടൊരു പ്രാമാണ്യം ഇല്ല. യുക്തിയും അതിനോട് ചേർന്നാലും ശരിയാവും. കാരണം അനുഭവം അയഥാർത്ഥമായി സംഭവിക്കാം. അത് അദ്വൈതത്തിലെ മുഖ്യമായൊരു വിഷയമാണ്. അനുഭവങ്ങൾ മനുഷ്യനെ ഭ്രമത്തിലും എത്തിക്കാം. അതുകൊണ്ട് ഇവിടെ മനനത്തെ ആശ്രയിക്കുന്നു. കാരണം സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിൽ ഇത്രയും വലിയ ചർച്ചകൾ, ശൂന്യവാദം, ക്ഷണികവാദം, സത്കാര്യവാദം, ആരംഭവാദം, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇതും ആത്മസാക്ഷാത്കാരമായിട്ട് എന്താ ബന്ധം? ആത്മസാക്ഷാത്കാരത്തിന് ഇതാണ് പരമാർത്ഥ തത്വം എന്ന് പറഞ്ഞ് നമ്മളതിനെ ധ്യാനിച്ചാൽ പോലെ ചിന്തിക്കുന്ന എന്തിന് എന്ന് പലരും സംശയിക്കും. ഇവിടെ അത് ഒഴിവാക്കാൻ കഴിയില്ല. ചിന്തിക്കാത്ത ഒരു സാക്ഷാത്കാരം ഇവിടെ ഇല്ല. ചിന്തിച്ചാലേ ഉള്ളൂ. കാരണം അനുഭവത്തിൽ ഇങ്ങനെ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഭ്രാന്തി, ഭ്രമം എന്ന് പറയുന്ന ഒരനുഭവം, ഒരു അപകടമുണ്ട്. അതിനെ തിരിച്ചറിയണമെങ്കിൽ ഈ ന്യായ ചർച്ച, മനനം അത് കൂടിയേ തീരും. അത് ഏതുവരെ? ഈ വികല്പങ്ങൾ ഒഴിയുന്നതുവരെ മനനത്തിന്റെ സഹായം കൂടിയേ തീരും. ഓരോ അനുഭവത്തെ ഇവിടെ പരിശോധിക്കും. അത് ശരിയാകാം. ജാഗ്രത് അനുഭവം, സ്വപ്ന അനുഭവം, ഈ അനുഭവങ്ങളെല്ലാം പരിശോധിച്ചിട്ട് അതിനെ നിഷേധിക്കേണ്ടതിനെ നിഷേധിക്കുകയാണ്. അത് യുക്തി കൂടാതെ സാധ്യമല്ല. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ സത്കാര്യവാദം, അതാണിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നമ്മളെ നയിക്കുന്നത് സദനുഭവത്തിലേക്കാണ്. ചുരുക്കം ഇതാണ്: സത്തിൽ നിന്ന് എല്ലാം ഉണ്ടായി. സത്കാര്യം, സത്തിൽ നിന്ന് എല്ലാ കാര്യവും ഉണ്ടായി. പ്രപഞ്ചം ഉൾപ്പെടെയുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ഒരു ജീവൻ അനുഭവിക്കുന്നതല്ല, അതെല്ലാം സത്തിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ട് എന്താ, അങ്ങനെ ഉണ്ടായിരിക്കുന്നതെല്ലാം സത്ത് തന്നെ. രണ്ടാമത് ഈ രണ്ട് കാര്യങ്ങളാണ് സത്കാര്യവാദത്തിൽ സമർത്ഥിക്കുന്നത്. സത്തിൽ നിന്നുണ്ടായതെല്ലാം സത്ത് തന്നെ. ഇതും മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. സത്തിൽ നിന്നും സദനുഭവം സാമാന്യ ബുദ്ധിക്ക് തന്നെ എല്ലാവർക്കും പിടികിട്ടുന്ന കാര്യമാണ്. ഇതൊക്കെ സത്താണ്, ഉണ്മയാണ്, ഉണ്മയുടെ അനുഭവമാണ് ഈ ജാഗ്രത അനുഭവം. ഇതിനെന്താ കൂടുതൽ മനസ്സിലാക്കാൻ? അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ആത്മജ്ഞാനം എന്ന് പറയുന്നു. ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് അഭ്യാസങ്ങളും തപസ്സുകളും എല്ലാം ചെയ്യുന്നു. പിന്നെ ഇത് കേവലം സത്താണ്, സത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വളരെ ലളിതമാക്കുകയില്ല. ഇത്രയുള്ളെങ്കിൽ പിന്നെ മറ്റ് ഒന്നിന്റെ ആവശ്യമുണ്ടല്ലോ, ഈ പറയുന്ന സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇത്രയും കാലം ചെയ്ത തപസ്സെല്ലാം അതിൻ്റെയൊക്കെ പ്രയോജനം എന്ന് തോന്നുന്നു. ധ്യാനിച്ചിട്ട് എന്താ പ്രയോജനം? സമാധിയിലെത്താതെ ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും.
കേവല സദാനുഭവം എന്ന് പറഞ്ഞു. സദാനുഭവമാണെങ്കിൽ പിന്നീട് ഇനി അടുത്തൊന്നും ചെയ്യാനില്ലല്ലോ, അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. സത്തിൽ നിന്നുണ്ടായി, ഉണ്ടായതെല്ലാം സത്ത് തന്നെ, സത്ത് അല്ലെങ്കിൽ ഉന്മാദിന്റെ അനുഭവമുണ്ട്. ഇവിടെയെല്ലാം അവസാനിച്ചു. പക്ഷെ ഇവിടെ പറയുന്നു അതല്ല, ഇവിടെ സദനുഭവമല്ല, ഇവിടെ വിഷയമായിരിക്കുന്ന എന്താണ്? അനർത്ഥാനുഭവമാണ്. സത് അനർത്ഥത്തോട് കൂടി അനുഭവപ്പെടുന്നു, അതാണ് ഇവിടുത്തെ വിഷയം. ഇതാണ് സംസാരം എന്ന് പറയുന്നത്, ഇതാണ് ബന്ധനം എന്ന് പറയുന്നത്. സത്താണ് പരമാർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഗ്രഹിക്കാം. അത് നമ്മൾ ഉപദേശത്തിലൂടെ ഗ്രഹിക്കുന്നു, സഹജമായും ഗ്രഹിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെയും ഗ്രഹിക്കുന്നു. സത് അസ്ഥി അസ്ഥി എന്നുള്ള അനുഭവം ജാഗ്രതയിലുടനീളം നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം കലർന്നു വരുന്ന അനർത്ഥാനുഭവം, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സത്യ അനർത്ഥയോർ മിഥുനീകരണം എന്ന് പറഞ്ഞു, കൂടിക്കലർന്ന് അനുഭവിക്കുന്നു. സത്തിന്റെയും അസത്തിന്റെയും അനുഭവം ഇടകലർന്നിരിക്കുന്നു. അതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നു. അനർത്ഥാനുഭവത്തെ തിരസ്കരിക്കാൻ കഴിയുന്നില്ല. സത്തനുഭവം അത് സ്വയം സിദ്ധമാണ്, സ്വതസിദ്ധമാണ്, സ്വയം പ്രകാശമാണെന്ന് പറയും. ഭാഷ്യകാരൻ പറയും അനർത്ഥ തിരസ്കരനായ സ്വതസിദ്ധമായ അനുഭവത്തിൽ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാൻ വയ്യ. അതുകൊണ്ടല്ലേ ഇതിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നു. സത്തിന്റെ സ്ഫുരണം അത് നിരപേക്ഷമായാണ് തന്നിലും ബാഹ്യമായും എല്ലാം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. ജീവൻ സ്വയം സത്താരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ആ ജീവന്റെ അനുഭവമായിരിക്കുന്ന സർവവും സത്താരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് സ്വയം പ്രകാശം എന്ന് പറയും. ഇത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. പക്ഷേ ഇവിടെ അനർത്ഥ താതാത്മ്യം അനുഭവപ്പെടുന്നു, ജഡ താതാത്മ്യം അനുഭവപ്പെടുന്നു. ഇതിനാണ് പറയുന്നത് ചിത് ജഡഗ്രന്ഥി സത്യാനതയോർ മിഥുനീകൃത്യ എന്നെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞു. സ്വയം സിദ്ധമായ സദനുഭവത്തിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ അനർത്ഥ അനുഭവങ്ങൾ, ആ അനർത്ഥാനുഭവം ഈ സദനുഭവത്തെ മറയ്ക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറയ്ക്കാൻ അതിന് കഴിയത്തില്ല, പക്ഷെ അത് മറയുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇത് സ്വയം പ്രകാശിക്കുന്നതാണെങ്കിലും സത്ത. ജീവന്മാരെല്ലാം അജ്ഞാനികളായിരിക്കുന്നു. ജീവന്മാരെല്ലാം സ്വയം ജ്ഞാനസ്വരൂപമാണെങ്കിലും ജീവന്മാരെല്ലാം അജ്ഞാനികളായിരിക്കുന്നു. ഓരോ ജീവനും സ്വയം ആനന്ദസ്വരൂപമാണെങ്കിലും ആ ജീവന്മാരെല്ലാം ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഈ അനർത്ഥാനുഭവമാണ്. ആ അനർത്ഥാനുഭവത്തെ തിരസ്കരിക്കുന്നതിനാണ് മനനത്തിന്റെ ആവശ്യം വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച ഉപയോഗപ്പെടുന്നത്. മറിച്ചൊരു സത്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടല്ല. അവാങ് മനോഗോചരം, വാക്കിനും മനസ്സിനും വിഷയമല്ലാതിരിക്കുന്ന സത്യത്തെ, അതിന്റെ ഒരു അനുഭവം, അതിന്റെ ഒരു സാക്ഷാത്കാരം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതി അത് സംഭവിക്കില്ല. അത് നമ്മൾ ചർച്ച കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അനർത്ഥ തിരസ്കാരം അത് സംഭവിക്കും. അനർത്ഥ
തിരസ്കാരത്തിന് നമ്മൾ പറയുന്നത് ഈ സത്തിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിപര്യങ്ങളുടെ നിരാസം. ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയും. അത് പറയും, വെളിച്ചം കൊണ്ട് അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് പോലെ ഈ മനനം കൊണ്ട്, വിചാരം കൊണ്ട് ഈ ദോഷങ്ങളെ നിരാകരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ സത്കാര്യവാദം പോലുള്ള ചർച്ചകൾ ഇതിൽ കടന്നു വരുന്നത്.